ഈ നമ്മുടെ നാട്ടിലൊരു സ്ഥിതിവിശേഷം എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതിവിശേഷം ഒരാളിനെ ഇങ്ങനെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ഒരു വിഷയത്തെ ഇങ്ങനെ നോക്കിയിരിക്കുക. ആ വിഷയത്തെ നോക്കിയിരിക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അതിൽ പിടിച്ച് ഒരൊറ്റ കീറ. ആ കീറുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ സിനോറിയോ എന്താണ്, ആരാണ് പറയുന്നത്, എന്ത് കോണ്ടക്സ്റ്റിലാണ് പറയുന്നത്, ഈ പറയുന്നവരുടെ പാരമ്പര്യം എന്താണ്, അതിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്, ഇത്തരം കാര്യങ്ങളൊന്നും വിഷയമല്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ വഹാബിക്ക് കൊള്ളുവോ, അങ്ങനെ പറഞ്ഞാൽ സുന്നിക്ക് കൊള്ളുവോ, ഇങ്ങനെ പറഞ്ഞാൽ മുജാഹിദിന് കൊള്ളുവോ, സലഫികൾക്ക് കൊള്ളുവോ, കൊള്ളുമെങ്കിൽ അതിനെ പിടിച്ചങ്ങ് കീച്ചുക. അത് അന്താരാഷ്ട്ര വിഷയങ്ങളെപ്പോലും ഇവിടുത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വലിയ വിദ്യാഭ്യാസവും വിവേകവും ഒക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുന്നവർ, വലിയ ഉന്നത ചിന്തകളുടെ ഉടമകളാണെന്ന് അവകാശപ്പെടുന്നവരാണ് വളരെ പെട്ടെന്ന് തന്നെ കലാസാഹിത്യപരമായി കിട്ടിയത് വെച്ച് കാച്ചുന്നത്. അത്തരമൊരു കാച്ച് ഇന്നലെ നടന്നത് എന്താണെന്നറിയോ? നമ്മുടെ അഹമ്മദി നജാദ് എന്ന് പറയുന്ന ആൾ മൊസാദുമായി രഹസ്യബന്ധം പുലർത്തി. ഇസ്രയേൽ ഇറാൻ്റെ ഭരണാധികാരിയാക്കാൻ പദ്ധതിയിട്ടു. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ന്യൂയോർക്ക് ടൈംസ്. ഇതാണ് വാർത്ത. അഹമ്മദി നജാദിനെ അറിയാം. അഹമ്മദി നജാദ് കടുത്ത സയനിസ്റ്റ് വിരുദ്ധനായിരുന്നു എന്ന് മാത്രമല്ല, വളരെ കൃത്യമായി, അതായത് ഇറാഖി സേനയിൽ പോലും അതിൻ്റെ ഉന്നത തലങ്ങളിൽ പോലും ഈ പറയുന്ന സയനിസ്റ്റുകളുണ്ട് എന്ന് പ്രഖ്യാപിച്ച ആളാണ് അഹമ്മദി നജാദ്. ഈ അഹമ്മദി നജാദിനെയാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞു എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ തൂക്കിയെടുത്ത് അങ്ങ് പുറത്തിട്ട്, കണ്ടില്ലേ ഷിയാക്കളുടെ ഒരു വൈരുദ്ധ്യം, കണ്ടില്ലേ അവരുടെ അടിമത്വം, അവർ സയനിസ്റ്റുകളുടെ ചങ്ങായിമാരാന്ന് പറഞ്ഞത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുന്നിക്കാർക്ക് ഈ വിഷയത്തിൽ വലിയ തുറന്നുള്ള അഭിപ്രായ പ്രകടനം ഞാൻ കണ്ടില്ല. പക്ഷേ ചില ആക്റ്റീവ് സലഫികളും നിശബ്ദ സലഫികളും ഒക്കെ രംഗത്തിറങ്ങി അങ്ങ് നീട്ടിപ്പിടിച്ച് എഴുതിയേക്കുന്നുണ്ട്. നമ്മളൊരു നാടൻ തമ്പ്രൂൾ എന്താ, നമ്മുടെ ഒരു കൊച്ചാപ്പമുണ്ട്, ഒരുപാട് നുണകൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കൊച്ചാപ്പായ, ഒരുപാട് പറഞ്ഞു പോലും ഗർഭം കലക്കിയിട്ടുള്ള ആളാണെങ്കിൽ പുള്ളി വന്നൊരു കാര്യം പറയുമ്പം അയ്യേ ഗർഭിണിയായേ കൊച്ചാപ്പ പറഞ്ഞതെന്നും പറഞ്ഞ് ചാടി അങ്ങ് പുറപ്പെടാനുള്ള ഒരു യുക്തിയോ ചിന്തയോ പാടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള ശരിയായ വിശകലനം എന്താ? ഹാർവി കോലിബ്രി പണ്ട് ന്യൂയോർക്ക് ടൈംസിൽ ഒരു വാർത്ത വന്നു. ആ വാർത്ത എന്താണെന്നറിയോ? ക്യൂബയിലെയും അതുപോലെയുള്ള ചില രാജ്യങ്ങളിലെയും US നയതന്ത്ര വിദഗ്ധർക്ക് ഒരു പ്രത്യേക ശാരീരിക അസ്വസ്ഥത വന്നു. അവർ വലിയ പ്രയാസം നേരിട്ടു. എന്തൊക്കെയോ എല്ലാവർക്കും നമ്മളിപ്പോൾ നാട്ടിൽ പറയത്തില്ലേ, പകർച്ചപ്പനി പോലെയൊക്കെയുള്ള ഒരു സംഗതി. അപ്പോൾ വളരെ പെട്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് കൊടുത്ത ലീഡ് ന്യൂസ് എന്താണെന്നറിയോ? റഷ്യ മൈക്രോവേവ് ഉപയോഗിച്ച്, ഇലക്ട്രോണിക് വേവ്സ് ഉപയോഗിച്ച് ഇവരെ ഉന്നം വെച്ച് ഇവരുടെ ശരീരത്തിന് കേടുപാടുകൾ വരുത്തി. അങ്ങനെയാണ് അവർക്ക് പനി വന്നത് എന്ന് പറഞ്ഞ് ഒരു സംഗതി ഉണ്ടായി. ഒടുവിൽ ഒരുപാട് വൈദ്യശാസ്ത്ര പരിശോധന കഴിഞ്ഞ് അവരുടെ ഒരാളുടെ ശരീരത്ത് കണ്ടുപിടിച്ച ഒരു പ്രത്യേകതരം വൈറസ് സമാനമായ മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത പലരുടെയും ശരീരത്ത് കണ്ടുപിടിച്ചു. എന്നാൽ പിന്നീട് ന്യൂയോർക്ക് ടൈംസ് അതിനെക്കുറിച്ച് ഒരു വാർത്തയും പുറത്തിറക്കിയില്ല. 1930കളിൽ റഷ്യയിൽ ഒരുപാട് പട്ടിണി മരണം നടന്നു. എന്നാൽ അന്ന് ന്യൂയോർക്ക് ടൈംസിൻ്റെ ലേഖകൻ അവിടെ പട്ടിണി മരണമൊന്നും ഇല്ലെന്നും എല്ലാം ഭംഗിയായിട്ടാണ് ജോസഫ് സ്റ്റാലിൻ കൊണ്ടുപോകുന്നതെന്നും ഒക്കെ പറഞ്ഞ് അതിനെ പുകഴ്ത്തിയും വാഴ്ത്തിയും മനോഹരമായി ലേഖനം എഴുതി. വലിയ വിപ്ലവം സൃഷ്ടിച്ച ലേഖനമായിരുന്നു. എന്ന് പറഞ്ഞാൽ കൺമുന്നിൽ ആളുകൾ വീണ് മരിക്കുമ്പോഴും അതൊന്നും ഒരു യഥാർത്ഥ മരണമല്ല എന്ന് പറഞ്ഞ് എഴുതി പറ്റിച്ച സംഗതികളാണ്. ഇനി ഇതെല്ലാം അവിടെ ഇരിക്കട്ടെ. 2002-2003 US ഇറാഖ് അധിനിവേശ കാലത്ത് പരമ്പര എഴുതിയ പത്രമാണ് ന്യൂയോർക്ക് ടൈംസ്. എന്താ പരമ്പര? അതായത് സംഗതി മാസ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺസിൻ്റെ ശേഖരം ഇറാഖിലുണ്ട്, അതവിടെയുണ്ട്, ഇവിടെയുണ്ട്, മറ്റേടത്തുണ്ട്, അവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി. ലോകം മുഴുവൻ വിശ്വസിച്ചു പലരും. ന്യൂയോർക്ക് ടൈംസ് അല്ലേ എഴുതുന്നത്, മാസ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺ അവിടെയുണ്ട് എന്ന് പറഞ്ഞായിരുന്നു എഴുത്ത്. പക്ഷേ യുദ്ധാനന്തരം എന്താ സംഭവിച്ചത്? മാസ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺ പോയിട്ട് എന്തെങ്കിലും ഒരു തരത്തിലെ സാധനങ്ങൾ ഇറാഖിൽ നിന്ന് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ശക്തമായ ഒരു കരസേനയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഉള്ളതുപോലെ അല്പം മിസൈലും അതിൻ്റെ സംവിധാനവുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ വേറൊരു മാസ് ഡിസ്ട്രക്റ്റീവ് വെപ്പണും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ ന്യൂയോർക്ക് ടൈംസ് ചെയ്ത എന്താ? യജമാനൻ്റെ വാലാട്ടിയായ നായ ചെയ്യുന്നത് പോലെ ഈ അധിനിവേശത്തിന് കളമൊരുക്കാൻ അമേരിക്കയ്ക്ക് വേണ്ട സമയത്ത് വേണ്ട വിഭവങ്ങൾ നൽകുന്ന ഒരു അനുസരണയുള്ള നായയുടെ പേരാണ് ന്യൂയോർക്ക് ടൈംസ്. അവർ ഓരോ സന്ദർഭങ്ങളിലും ചെയ്യും. ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇറാൻ മാനസികമായൊരു കരുത്തോടെ അതിനെ പ്രതിരോധിച്ച് നിൽക്കുമ്പോൾ,
അല്ലെങ്കിൽ പ്രത്യാക്രമണം നടത്തി നിൽക്കുമ്പോൾ അയ്യോ ഷിയ നരകത്തിൽ പോവുകയെന്നും എന്നും പറഞ്ഞ് കൂക്കി വിളിച്ചവർക്ക് അത് മിണ്ടാൻ പറ്റാതിരിക്കുകയാണ്. കാരണം നരകത്തിലോ സ്വർഗത്തിലോട്ടോ പോയിക്കോട്ടെ, പക്ഷേ ഈ യവന്മാരെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നിടത്ത് ലോകമെല്ലാവരും എത്തി നിൽക്കുമ്പോൾ ആ ബുക്കങ്ങ് മടക്കി വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ന്യൂയോർക്ക് ടൈംസ് ഒരു പാത്രത്തിനകത്ത് വേണ്ട ഒരു കൊണ്ടുവന്ന് വെച്ചു കൊടുത്തേക്കുന്നത് അഹമ്മദി നജാദ് ഇസ്രയേലിൻ്റെ ചാരനായിരുന്നു എന്ന് പറഞ്ഞ്. അത് കേട്ട് ഇവരെല്ലാം കുളിച്ചൊരുങ്ങി വന്ന് അതങ്ങ് കുടിക്കാൻ തുടങ്ങിയിരിക്കുക. എന്നിട്ടാണ് സന്തോഷം കൊണ്ട് ഇങ്ങനൊരു പോസ്റ്റ് ഇടുന്നത്. ഒരു സാമാന്യ ബോധവും വിവരവും എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ബഹുമാന്യരെ, അത്രമാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ.